Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് തയ്യാറാക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി 5 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതിൽ കീറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി നോൺ സ്റ്റിക്ക് പാനിലാണ് മുട്ട പൊരിക്കാൻ പോകുന്നത്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുവാണ്. നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂട്രീഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഹോൾസം ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുവാണ്. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യാണ്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ മുട്ട പൊട്ടിപ്പോകാണ്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുക. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് നമ്മുടെ മുട്ട മൊത്തം ഒന്ന് ഫ്രൈ ആയി ആ മസാലാസിൻ്റെയൊക്കെ നല്ലൊരു മണം വരണം. അപ്പോൾ നമ്മുടെ മുട്ട ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളിതിൽ ആഡ് ചെയ്യുന്ന ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത് എരിവ്, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി കുറച്ച് സവോള സ്ലൈസ് ചെയ്ത് കൊണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മുട്ട പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും ഇതിൽ നമ്മൾ ഇത്രയും ഓയിലൊക്കെ ആഡ് ചെയ്തതല്ലേ, ഇത്രയും മുട്ടയൊക്കെ കഴിച്ചാൽ ഹെൽത്തി ആണോ? നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് ഈ മൊത്തം നമ്മൾ ഒരാളല്ല കഴിക്കുന്നത് അല്ലേ. പിന്നെയെന്ന് വെച്ചാൽ ഓയിൽ ഒരിക്കലും അൺഹെൽത്തി അല്ല. നമ്മളിതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയാണ് നോക്കേണ്ടത്. മാത്രമല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു മുട്ട ഇങ്ങനെ പൊരിച്ച് കഴിച്ചെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അതിൻ്റെ എരിവൊക്കെ കുറച്ച് കൊടുക്കുക എന്നതേ ഉള്ളൂ. അതുപോലെ കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു അവസരത്തിൽ വേറൊരു ഹെൽത്തി വീഡിയോയുമായി കാണാം. Until then, take care. Bye.